എല്ലാവരും ഭയങ്കര വിശ്വാസികളാണ്. ഭയങ്കര വിശ്വാസികളാണ് അല്ലെ? മനുഷ്യര് ഭയങ്കര വിശ്വാസമാണ്. പഴയതിനെ അപേക്ഷിച്ച് കൂടുതൽ വിശ്വാസമായി എന്നാണ് എല്ലാവരും പറയാ. ഭയങ്കര വിശ്വാസമാണ്. പള്ളികളൊക്കെ സജീവമാണ്. അമ്പലങ്ങളും മസ്ജിദുകളും ഒക്കെ സജീവമാണ്. ചർച്ചുകളൊക്കെ സജീവമാണ്. അവിടുത്തെ ആക്ടിവിറ്റീസ് സജീവമാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നൂറുകണക്കിന് ഹീലിങ്ങുകൾ, തെറാപ്പികൾ, യോഗകൾ, മെഡിറ്റേഷനുകൾ എല്ലാം സജീവമാണ്. എന്നിട്ടും മനുഷ്യർക്ക് ശാശ്വതമായ സമാധാനം, ശാശ്വതമായ സമാധാനമാണ് മനുഷ്യൻ തേടിക്കൊണ്ടിരിക്കുന്നത് ജീവിതം മുഴുവൻ. അത് കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. അതിന്റെ അന്വേഷണമാണ് നമ്മെ ഈ വഴിയിലെത്തിക്കുന്നത്. അതിന്റെ അന്വേഷണമാണ്. അതാണ് മനുഷ്യനെ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം സജീവമാണ്. പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, ഹീലിങ്ങുകൾ, മെഡിറ്റേഷനുകൾ, ലോ ഓഫ് അട്രാക്ഷൻ, NLP, EFT, ആക്സസ് ബാർ, ഇല്ലാത്ത ബാർ, ഉള്ള ബാർ, ആയിരക്കണക്കിന് മെഡിറ്റേഷനുകൾ. കിട്ടാത്തതിന്റെ രഹസ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ പൊതുബോധത്തോടൊപ്പമാണ്. പൊതുബോധം. ഞാനിവിടെ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, എനിക്ക് എന്ത് ശക്തിയുണ്ടോ അത് നിങ്ങൾക്കും ഉണ്ട്. എനിക്ക് എന്ത് പവർ ഉണ്ടോ അത് നിങ്ങൾക്കും ഉണ്ട്. ആ പവർ നിങ്ങളിൽ നിന്നും ഉണർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം, ഒരു നിയോഗം മാത്രമാണ് എനിക്കുള്ളത്. ആ പവറിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ സമാധാനം തേടി, ശാന്തി തേടി നിങ്ങൾ എവിടെയും ഒരുത്തിന്റെ മുന്നിലും പോയി അലയേണ്ടി വരില്ല. ഈ ഇത്രയും ഡെവലപ്ഡ് ആയ, ഇത്രയും അഡ്വാൻസ്ഡ് ആയ ഈ കാലഘട്ടത്തിലെങ്കിലും നിങ്ങൾ അത് മനസ്സിലാക്കണം. പൊതുബോധത്തിന്റെ ഒപ്പം നിങ്ങൾ സഞ്ചരിക്കരുത്. പൊതുബോധത്തിന്റെ ഒപ്പം നിങ്ങൾ സഞ്ചരിച്ചാലുള്ള പ്രശ്നം, പൊതുബോധത്തിന് ഒരിക്കലും ഹൃദയമില്ല എന്നുള്ളതാണ്. ഹൃദയം. കുറെ ആള് കൂടുന്ന, അതുകൊണ്ടാണ് ആളെ കൂടി തല്ലിക്കൊല്ലുന്നതൊക്കെ. ആൾക്കൂട്ടം മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത് ആ കുറെ ആള് കൂടുമ്പോൾ അവിടെ ഹൃദയം ഇല്ലാതായി മാറുകയാണ്. ഇപ്പൊ തന്നെ ഇതിൽ തന്നെ പലർക്കും അനുഭവം ഉണ്ടാവും. 59 ദിവസം നിങ്ങള് ഇതിന്റെ കൂടെ സഞ്ചരിച്ച ആളുകൾക്ക് നല്ല ബോധ്യം ഉണ്ടാവും അവരുടെ ജീവിതത്തിൽ വന്ന വലിയ മാറ്റങ്ങളെ കുറിച്ച്. ശരിക്കും നല്ല മാറ്റം ഉണ്ടാവും പല കാര്യങ്ങളിലും. അതായത് ചിലപ്പോൾ സന്തോഷത്തിന്റെ കാര്യത്തിലായിരിക്കും, ചിലപ്പോൾ സമാധാനത്തിന്റെ കാര്യത്തിലായിരിക്കും, ചിലപ്പോൾ അവർക്കൊരു വഴി തുറന്നു കിട്ടുന്ന കാര്യത്തിലായിരിക്കും. കുറച്ച് ദിവസമായി പങ്കെടുക്കുന്ന ആളുകൾക്ക് പോലും അവരുടെ എല്ലാ മേഖലകളിലും അവർ ഡെവലപ്പ് ചെയ്യുന്നതും അവർ മുന്നോട്ട് പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നിങ്ങളത് ഫീൽ ചെയ്യുന്നുണ്ടാവും. കാരണം എന്താണെന്നറിയാം, നിങ്ങൾ വിചാരിക്കും ഇപ്പൊ മക്കളിപ്പോ എന്നോട് നന്നായി പെരുമാറുന്നുണ്ടല്ലോ, ഹസ്ബൻഡ് നന്നായി പെരുമാറുന്നുണ്ടല്ലോ. ഇപ്പൊ ഇതിലൊന്നും പങ്കെടുക്കാത്ത ആളുകൾ പറയുകയാണ്, ഞാന് ജസ്റ്റ് ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുള്ളൂ, എന്നിട്ട് പോലും എന്റെ കുടുംബത്തിൽ ഇപ്പൊ സമാധാനം ഉണ്ടായി, എന്റെ കുടുംബത്തിൽ ഇപ്പൊ ഭർത്താവ് നല്ല രീതിയിൽ എന്നോട് പെരുമാറണമെന്ന് ഇന്നലെ പറഞ്ഞ ഒരാളുണ്ട്. അപ്പോ ആ മാറ്റം നിങ്ങൾ വിചാരിക്കും അവര് മാറിയതാണ്. ഏത്? മക്കള് മാറിയതാണ്, ഭാര്യ മാറിയതാണ്, ഭർത്താവ് മാറിയതാണെന്ന് നിങ്ങൾ ചിന്തിക്കും. ആ ചിന്ത ഉണ്ടാവാൻ പാടില്ല. സത്യത്തിൽ മാറിയത് നിങ്ങളാണ്. നിങ്ങളുടെ ശക്തി നിങ്ങൾ പുറത്തെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥ രീതിയിൽ നിങ്ങൾ ആ ശക്തി പുറത്തെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഡു എവരിത്തിങ്. എന്തും ചെയ്യാൻ പറ്റും. ഇനി അത് ആ ശക്തി അറിഞ്ഞുകൊണ്ടാണ് അല്ല, അറിഞ്ഞുകൊണ്ടല്ല. അവിടെയാണ് അതിന്റെ സീക്രട്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, അത് ഏതെങ്കിലും ഒരു ഇത്തരം ഒരു ഗുരു വഴി,
ചില ആൾക്കാർ പറയും ഞാൻ ഗുരു ഒന്നുമല്ല, ഞാൻ അതൊന്നും അല്ല, ഞാൻ വേറെ അങ്ങനെയൊന്നുമല്ല. അതിലൂടെ മാത്രമേ ഒരു 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 വഴി കാണിച്ചു തരുന്ന ഒരു വിളക്ക്, ഒരു പ്രകാശത്തിന്റെ പിൻപറ്റി മാത്രമേ ഒരു പ്രകാശമാവാൻ കഴിയൂ. അല്ലാതെ ആയിക്കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലാവൂല. ആയിട്ടുണ്ടാവും, അവർക്കത് യൂസ് ചെയ്യാൻ പറ്റും. യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കാണണം. നമ്മളെ കാണിച്ചു തരും. മാറി നിന്ന് കളിയാക്കുന്നവരെ മാത്രമല്ല, നമ്മളെ ഉപദ്രവിക്കുന്നവരെ നമുക്ക് കാണിച്ചു തരും. നമ്മൾ അപ്പോഴും പ്രതികരിക്കരുത്. നമ്മളെ എന്തെങ്കിലും സാധനം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോയവരെ നമുക്ക് കാണിച്ചു തരും. പലതും നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും. അപ്പോഴൊന്നും നമ്മൾ പ്രതികരിക്കരുത്. കാരണം നമ്മൾ അത്ര പവർ ആവുകയാണ്. പലതും നിങ്ങൾ ആഗ്രഹിക്കുന്ന പലതും നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരും. ഞാൻ സംസാരിക്കുന്നത് ഓരോ സിംഗിൾ ആത്മാക്കളാണ്. ഓരോ സിംഗിൾ ആത്മ. പൊതുബോധത്തിനോടല്ല. പൊതുബോധത്തിനോട് സംസാരിക്കാൻ കഴിയൂല. ധർമ്മം എന്ന് പറയുന്നത് ജീവനുള്ളതും ശ്വസിക്കുന്നതും കരുണയുള്ളതുമാണ്. കാരണം അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയത്തിൽ നിന്ന്. നമുക്ക് പവിത്രമായ പാരമ്പര്യമുള്ളവരാണ് നമ്മൾ, പ്രത്യേകിച്ചും ഇന്ത്യക്കാർ. മനുഷ്യാരംഭകാലം മുതൽ അത്ര വലിയ പാരമ്പര്യമുള്ളവരാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ വരെ പറഞ്ഞത്, നാളെ ഒരു കാലത്ത് മഹദി ഇമാമോ ഈസാ നബിയോ വന്നു കഴിഞ്ഞാൽ ആദ്യം പിന്തുണച്ച് വരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള, ഭാരതത്തിൽ നിന്ന്, ഹിന്ദിൽ നിന്നുള്ള ഒരു വിഭാഗമായിരിക്കും എന്ന് പറഞ്ഞു. നാളെ കാരണം ഇവിടുത്തെ സന്യാസിമാരെ കുറിച്ചും ഋഷിമാരെ കുറിച്ചും ഒക്കെയാണ് ഈ പറഞ്ഞത്. മാത്രമല്ല, ജീവന്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് തന്നെ ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന്, ഈ ഭാഗത്തു നിന്നാണെന്നാണ് പറയാം. ഇത്ര മഹത്തായ പാരമ്പര്യം. അതിനുശേഷമാണ് ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായതും വന്നതും ഒക്കെ. മഹത്തായ പാരമ്പര്യമാണ് നമ്മുടെ, മഹത്തായ പാരമ്പര്യം. പക്ഷേ ആളുകൾ നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്, അവരുടെ മത നിയമങ്ങളും ഒക്കെ പാലിക്കുന്നുണ്ട്. പക്ഷെ ഹൃദയങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. ഹൃദയങ്ങൾ തമ്മിൽ, ഹൃദയങ്ങൾ തമ്മിൽ, സോളുകൾ തമ്മിൽ. ആളുകൾക്ക് തെറ്റും ശരിയും ഒക്കെ അറിയാം, പണ്ടത്തേനേക്കാൾ അധികമായിട്ട്. പക്ഷെ എങ്ങനെയാണ് ദയയും കരുണയും കാരുണ്യവും കാണിക്കേണ്ടത് എന്നത് മറന്നു പോവാണ്. മറന്നു പോവാണ്. ഒരു മനുഷ്യന്റെ ധർമ്മം എന്ന് പറയുന്നത് വെറും ഒരു പുസ്തകമോ വെറും ഒരു നിയമമോ ഒന്നുമല്ല. അത് ജീവനുള്ള ഒരു ജ്വാലയാണ്. ജീവനുള്ള ഒരു ജ്വാല. അതാണ് നമ്മുടെ ധർമ്മങ്ങൾ പറയുന്നത്. ജീവനുള്ള ഒരു ജ്വാല. എല്ലാ മതങ്ങളും പറയുന്നത് ഇത് തന്നെയാണ്. പക്ഷേ അവരെല്ലാം നിയമത്തിന്റെ പുറകെയാണ്. നിയമത്തിന്റെ പുറകെ. ഈ പ്രപഞ്ചവുമായുള്ള ആത്മാവിന്റെ ഒരു താളമുണ്ട്, റിതം. ആ റിതമാണ് നമ്മുടെ ധർമ്മം. ആ റിതം. ആ റിതം ഇല്ലെങ്കിൽ അത് വെറും നിർജീവമായ, ആ നിർജീവതയിലാണ് നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ. നമ്മൾ നമ്മളെ കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം നമുക്ക് വിഷമമായിട്ട് തോന്നും. നമ്മളെ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ളതെല്ലാം നമുക്ക് ആനന്ദദായകമായി തോന്നും. എന്തുമാകട്ടെ, എന്തുമാകട്ടെ, എന്ത് വിഷമോ, എന്ത് സങ്കടമോ, എന്ത് സന്തോഷമോ, എന്ത് വന്നാലും അത് നമുക്ക് ആനന്ദമായിരിക്കും. ഈ ധർമ്മം എന്ന് പറയുന്നത് അതിനെ സംരക്ഷിക്കുന്നവരെ അത് സംരക്ഷിച്ചുകൊണ്ടിരിക്കും. അതാണ് സോളും ശരീരവും ധർമ്മവും തമ്മിലുള്ള ബന്ധം. മനുഷ്യന്റെ ധർമ്മങ്ങൾ അത് വെറുതെ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കണതൊന്നുമല്ല. പുസ്തകങ്ങൾക്കും ഗ്രന്ഥങ്ങൾക്കും എല്ലാം അതീതമാണ്. എല്ലാം അതീതമാണ്. അതിനേക്കാൾ എല്ലാം അപ്പുറത്താണ് ആ ബന്ധം എന്ന് പറയുന്നത്. അത് എല്ലാവരും ഉപദേശിക്കും, നിങ്ങൾ സത്യം മാത്രം പറയണം, നിങ്ങൾ നന്മ പറയണം, നിങ്ങൾ കാരുണ്യം ചെയ്യണം, നിങ്ങൾ സ്നേഹം, എല്ലാരും, എല്ലാ മതങ്ങളും എല്ലാരും ഉപദേശിക്കും. പക്ഷെ അതിൽ കാമ്പുണ്ടാവില്ല. കാമ്പ്. നിങ്ങൾ നന്നായി നന്നായി പ്രവർത്തിക്കണം. നിങ്ങൾ നന്നായി പ്രവർത്തിക്കണം. മനുസ്മൃതി തന്നെ പറയുന്നുണ്ട്, ധർമ്മം എന്ന് പറയുന്ന ഒരു നിയമം അല്ലാതെ ഒരു ബന്ധമാണ് എന്നാണ് പറയുന്നത്. ബന്ധം. പക്ഷെ
അത് പറഞ്ഞു തരുന്നവർ പറയും നിങ്ങൾ ശരിയായിട്ട് തന്നെ പ്രവർത്തിക്കണം, തെറ്റ് പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞു തരും. പക്ഷെ അതിൽ സ്നേഹം കലർത്തണം എന്ന് ആരും പറഞ്ഞു തരില്ല. അതെങ്ങനെയാണ് ഇത് ശരിയായി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രവർത്തിക്കേണ്ടത് സ്നേഹം കലർത്തിക്കൊണ്ടാണ്. സ്നേഹമാണ് ശരി. സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ശരി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ശരി ഉണ്ടാവൂല. എല്ലാരും പറയും സത്യം പറയണം എന്ന് പറയും. സത്യം പറഞ്ഞാൽ പോരാ. സത്യം പറയുക എന്നല്ല ശരിക്കും ശരി. മധുരമായി പറയുക എന്നുള്ളതാണ്. മധുരമായി. സത്യം പറയുക എന്നല്ല പഠിപ്പിക്കുന്നത്. നിങ്ങൾ എന്ത് പറയുമ്പോഴും മധുരമായി പറയുക എന്നാണ്. എന്ന് വെച്ചുകൊണ്ട് എപ്പോഴും മധുരമായി പറയണം എന്ന് വിചാരിക്കരുത്. അതൊക്കെ ഒരു 10, 15 ഒരു യൗവനം വരെയൊക്കെ ഉള്ളൂ. നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ചിലതൊന്നും മധുരമായിട്ട് പറയാൻ പാടില്ല. ചിലതൊക്കെ ദേഷ്യപ്പെട്ട് തന്നെ പറയും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ പൊതുവായി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഏത് രംഗത്ത് സംസാരിക്കുമ്പോഴും മധുരമായി സംസാരിക്കുക. മധുരം. ആത്മജ്ഞാനം നിങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ദേഷ്യപ്പെടാം. അതിന് പെർമിഷൻ ഉണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെടണം. ദേഷ്യപ്പെടണം. ഓക്കെ. നിങ്ങൾ ആത്മജ്ഞാനം പഠിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് ദേഷ്യപ്പെടണം ചില സമയത്ത്. ചില സമയത്ത്. അല്ലാത്ത സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? മധുരമായിട്ട് നിങ്ങൾ എല്ലാവരോടും മധുരമായി പറയണം. മധുരമായി സംസാരിക്കണം. വെറുതെ ജീവിച്ചാ പോരാ. ഐക്യത്തോടുകൂടി ജീവിക്കണം. ഐക്യത്തോടു കൂടി. അതാണ് ഈ നമ്മുടെ ഈ ഗ്രൂപ്പ് ഇതിലുള്ള പ്രത്യേകത. ഇതിൽ മതവും ഇല്ല, ജാതിയില്ല, വർണ്ണവും ഇല്ല, വർഗവും ഇല്ല, ഒന്നുമില്ല. എല്ലാവരും അവരവരുടെ മതങ്ങളിലുണ്ട്. പക്ഷെ ആരും അത് വെച്ചോണ്ടല്ല ഇവിടെ ജീവിക്കുന്നത്. അത് മാറിയല്ല. ആ കാലഘട്ടവും മാറുവാണ്. ഇനി അതൊക്കെ ആരിലും വെച്ചോണ്ടിരിക്കുന്നത് വളരെ ചുരുങ്ങിയ നാളത്തേട്ടുള്ളൂ. അതൊക്കെ പോവുപ്പ. ലോകം അതൊക്കെ കാണാൻ പോവാണ്. അതാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലതും നമുക്ക് ചുറ്റും സംഭവിച്ചു. നമ്മൾ അതിനകത്തോട്ടൊന്നും പോകരുത്. വേറൊരു ലോകം വരുന്നുണ്ട്. ആ ലോകത്തിന് വേണ്ടി പ്രിപ്പയർ ആയിട്ടിരിക്കുക. അതൊക്കെ ആ മാറ്റത്തിന്റെ, അതായത് ഓരോ കാലഘട്ടത്തിൽ ഒരു യുഗം മാറുമ്പോൾ ഒരു വലിയ യുദ്ധം ഉണ്ടാവും. ആ യുഗം മാറും. പിന്നെ അതൊരു ഒരു റീബർത്തിന്റെ ഒരു അല്ലെങ്കിൽ ഒരു ഡെലിവറി പെയിൻ ആണെന്ന് പറയാൻ വേണ്ടി. ഒരു പ്രസവ വേദന, ഒരു യുഗം പ്രസവിക്കുന്നതിന്റെ പെയിൻസ് അത് ലോകത്തെല്ലായിടത്തും ഉണ്ടാവും. ഹൃദയങ്ങളിലും ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ നമ്മൾ ആ ഒരു മൈൻഡോട് കൂടി, ആ ഒരു മനസ്സോട് കൂടി, ആ ഒരു ആത്മാവോട് കൂടി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ, എല്ലാത്തിനെയും അലൈൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇതിനെയും നമുക്ക് കൂളായിട്ട് തരണം ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും നമുക്ക് ഉണ്ടാക്കും. അപ്പൊ ഹൃദയമില്ലാത്ത സാമാന്യ ബോധത്തോടു കൂടി, പൊതുബോധത്തോടു കൂടി നിങ്ങൾ നിൽക്കരുത്. കാരണം അത് അന്ധമായ ഒരു വഴികാട്ടിയാണ്. ഒരു അന്ധൻ ആയ ഒരാള് നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നാൽ എങ്ങനെ ഇരിക്കും? അയാൾക്ക് തന്നെ ആ വഴി അറിയില്ല. ആരെങ്കിലും സഹായത്തോടു കൂടിയേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അയാൾ പറയുവാണ് ഞാനിത് കൊണ്ടുപോയി വിടാമെന്ന ദുർഘടമായ ഒരു വഴി. അയാൾക്ക് പരിചയമില്ല. പൊതുബോധം അല്ലെങ്കിൽ സാമാന്യ ബോധം, ആളുകൾ കൂട്ടം കൂടിയിട്ടുള്ള ബോധം, ആ ബോധം എന്ന് പറയുന്നത് അന്ധമായ ഒരു വഴി, അന്ധമായ ഒരു വഴിയാണ്. എന്നാൽ ഇന്ന് ഭൂരിപക്ഷം മനുഷ്യരും ആ സാമാന്യ ബോധത്തോടൊപ്പമാണ് ജീവിക്കുന്നത്. ആളുകൾ എന്ത് പറയുന്നു, കൂട്ടായിട്ട് എന്ത് പറയുന്നു, അതിൽ നിന്നും ഉടലെടുത്തതാണ് എനിക്കെന്ത് ലഭിക്കും, എവിടെ പോയാലും എനിക്കെന്ത് ലഭിക്കും എന്ന യുക്തി. എനിക്കെന്താണ് ലഭിക്കും? എല്ലാരും ചോദിക്കും. പണ്ട് ക്ലാസ് തുടങ്ങിയ സമയത്ത് ഇവരൊക്കെ ചോദിച്ച മട്ട് നമ്മൾ ഈ പേഴ്സണൽ ഡെവലപ്മെന്റ് എന്നാ കിട്ടുന്നത്? നമ്മുടെ നൗഷിദൊക്കെ ചോദിച്ചപ്പോ നൗഷിദിന്റെ ഒക്കെ റേഞ്ച് മാറിപ്പോയി. ദർവീഷ് നൗഷിദായി മാറി. ഒരു വർഷം മുമ്പ് ചോദിച്ചാ എന്ത് കിട്ടും? ഉം. എന്ത് കിട്ടും? ഈ ക്ലാസ്സിൽ വരെ നിങ്ങൾ വന്നിരിക്കുമ്പോ നിങ്ങളുടെ മനസ്സിലെ ആ പൊതുബോധത്തിൽ നിന്നും നിങ്ങൾ നേടിയെടുത്ത യുക്തി നിങ്ങളോട് ചോദിക്കുണ്ടാവുക ഈ ക്ലാസ്സിൽ പോയിരുന്നാൽ എനിക്കെന്ത് കിട്ടും എന്നായിരിക്കും. നിങ്ങൾക്കെല്ലാം കിട്ടും. എല്ലാം കിട്ടും. പക്ഷേ നിങ്ങളെല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. നിങ്ങളെല്ലാവരും എനിക്ക്
ഒരാള് പോലും വ്യത്യസ്തമല്ല. എല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. വളരെ പ്രിയപ്പെട്ടവർ. അത്ര അടുപ്പമുള്ള ആത്മാക്കളാണ് നിങ്ങൾ. നിങ്ങൾ ചിന്തിക്കേണ്ടത് എനിക്കെന്ത് കിട്ടുമെന്നല്ല. നിങ്ങൾക്കെല്ലാം കിട്ടും. അതെന്റെ ഗ്യാരണ്ടി. നിങ്ങൾക്കെല്ലാം കിട്ടും. അതെന്റെ ഗ്യാരണ്ടി. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്ന് മുതൽ ഇത് നിങ്ങൾ എത്ര പേരിലേക്ക് എത്തിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇത് ഞാൻ പകർന്നു കൊടുക്കുകയാണ് ആളുകൾ. എനിക്ക് കിട്ടുന്നത് കിട്ടട്ടെ. ഓക്കെ. ഞാനത് കിട്ടി അത് കിട്ടട്ടെ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കിട്ടിയാൽ കിട്ടട്ടെ. ഞാനിത് എനിക്ക് വേണ്ടിയിട്ടല്ല. കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, സങ്കടം അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന, ടെൻഷൻ അനുഭവിക്കുന്ന, സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളിലേക്ക് അവര് വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി ഞാൻ പകർന്നു കൊടുക്കും. ആരെ നിങ്ങൾ പരിചയപ്പെട്ടാലും ആരോട് നിങ്ങൾ സംസാരിച്ചാലും നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ എല്ലാവരും ഇപ്പൊ ആയിരക്കണക്കിന് കോണ്ടാക്ട് ലിസ്റ്റുള്ള ആൾക്കാരാണ്. പിന്നെ ചില ആൾക്കാർക്ക് വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ കൊടുക്കുക. ഞാൻ തരുന്നു, നിങ്ങളും കൊടുക്കുക. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ഹൃദയമാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അല്ലാതെ പൊതുബോധമല്ല. പൊതുബോധമാണ് എനിക്കെന്ത് കിട്ടും എന്ന് നിങ്ങളെ പഠിപ്പിച്ചത്. നിങ്ങളുടെ ഹൃദയം അങ്ങനെയല്ല. നിങ്ങളുടെ ഹൃദയം വിശാലമാണ്. നിങ്ങളെ ഹൃദയത്തിലോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മനസ്സ് എന്ന് പറയുന്ന പുള്ളി ഉണ്ടല്ലോ, മനസ്സ്. ഞാൻ പറയാറുണ്ട് ഇവിടുന്ന് രൂപം കൊണ്ടതാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇതിനെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. നിങ്ങൾ ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നാണ് അതിന്റെ ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള. മനസ്സ്, മൈൻഡ് നമ്മൾ മുമ്പ് വിചാരിച്ചിരുന്നത് ഈ മൈൻഡാണ് എല്ലാം കൊണ്ടുവന്ന് തരുന്നതെന്നാണ്. നമ്മൾ അങ്ങനെയാ വിചാരിച്ചിരുന്നത്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായ മൈൻഡ് അല്ല, മൈൻഡിനപ്പുറത്ത് വേറൊരു പുള്ളിയുണ്ട്. ആ പുള്ളിയാണ് എല്ലാം കൊണ്ടുവരുന്നത്. മൈൻഡ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മൈൻഡിനൊരു പ്രത്യേകതയുണ്ട്. മനസ്സിനെ നമുക്ക് ദാസനുമാക്കാം, നമ്മുടെ യജമാനുമാക്കാം. മനസ്സൊരു ബെസ്റ്റ് ദാസനാണ്, സൂപ്പർ ദാസൻ. നമ്മുടെ അടിമയാണ് മനസ്സ്. എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന ഒരടിമ. അതോടൊപ്പം തന്നെ ഇവൻ ഒരു ഭയങ്കര പ്രശ്നക്കാരനും കൂടിയാണ്. ഇവൻ ഭയങ്കര യജമാനും കൂടിയാണ്. ഇവനെ യജമാനാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഫെയിൽ. നിങ്ങൾ പരാജയപ്പെടും. നിങ്ങൾ സോളിനെ യജമാനനാക്കി, ഹൃദയത്തിനെ യജമാനനാക്കിക്കൊണ്ട് മനസ്സിനെ അടിമയാക്കിയോ. ഇത് നിങ്ങൾ പൊതുബോധത്തോടൊപ്പം പോകരുത്. പൊതുബോധം നിങ്ങളുടെ ഉള്ളിൽ കുടി കെട്ടിയാൽ അത് വെറും കണക്ക് കൂട്ടുന്ന ഒരു യന്ത്രമായിട്ട് മാത്രമാണ്. അതാണ് മനസ്സ് മാത്രം എടുക്കരുത് എന്ന് പറഞ്ഞത്. അവിടെയാണ് നിങ്ങൾക്ക് ഈ സാധനങ്ങളൊന്നും വർക്കൗട്ട് ആവാത്തത്. ഈ അട്രാക്ഷനും അതും ഇതും ഒന്നും വർക്കൗട്ട് ആവാത്തത്. നിങ്ങൾ നിങ്ങളിലേട്ടല്ല തിരിയുന്നത്. നിങ്ങൾ പൊതുബോധത്തിലേട്ട്. അവർക്ക് കിട്ടിയോ, ഇവർക്ക് കിട്ടുന്നുണ്ടോ, അവർക്ക് കിട്ടുന്നുണ്ടോ. ഇവിടെ കുറെ ദിവസമായി വന്നിരുന്നിട്ട് എനിക്കൊരു ഫീലിംഗും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ധരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാം ഊരിക്കളഞ്ഞിട്ട് വരണം. നിങ്ങളെ പോലെ തുണിയിലൊന്നും തേക്കരുത്. അതല്ല പറഞ്ഞത്. ഒന്നും നിങ്ങളുടെ മനസ്സിന്റെ മുകളിൽ ധരിച്ചുകൊണ്ട് വരരുന്ന്. ആ തെറ്റിദ്ധാരണയായാലും ശരി, ശരിയായ ധാരണയായാലും ശരി, ഏത് ധാരണയായാലും ശരി, എന്ത് ധാരണയായാലും ശരി. ധാരണ ധാരണ ധാരണ. ഇത് മെഡിറ്റേഷൻ ആണ്, ഇത് യോഗയാണ്, ഇത് NLP ആണ്, ഇത് EFT ആണ്, അതാണ് ഇതാണ്. ഞാൻ അവിടെ ഇത് പഠിച്ചു, ഞാൻ സൈക്കോളജി പഠിച്ചു, ഇതൊക്കെ ഞാനും പഠിപ്പിച്ചതാ. ഇപ്പോഴും 10,000 രൂപ വാങ്ങി പഠിപ്പിക്കുന്നുണ്ട്. യെസ്, അതെല്ലാം ഉണ്ട്. അതെല്ലാം വർക്കൗട്ട് ആകണം എന്നുണ്ടെങ്കിൽ അതെല്ലാം ശരിയാണ്. ഞാൻ ഒന്നിനെയും നിഷേധിക്കുന്നില്ല. ഇത് വർക്കൗട്ട് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങള് ജീവനുള്ള ഒരു ആത്മാവായി ആദ്യം മാറണം. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്തും വർക്കൗട്ട് ആവും. നിങ്ങൾക്ക് എന്തും. ഇതില് പല ചികിത്സകൾ ചെയ്യുന്ന ആളുകളുണ്ട്, പല കോച്ചിങ് ചെയ്യുന്ന ആളുകളുണ്ട്, പല കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവരും നമുക്കറിയാം. പക്ഷേ
ഇത് നിങ്ങൾ സ്വായത്തമാക്കാതെ നിങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഒരു 10 കൗൺസിലിംഗ് ചെയ്യുമ്പോ നിങ്ങൾക്ക് തന്നെ വീട്ടിലും വിഷമവും സങ്കടവും നിങ്ങൾക്ക് തന്നെ ഒരു ശൂന്യതയും വരും. കഴിഞ്ഞ ദിവസം ഇതിലുള്ള ഒരാള് ഭയങ്കര ട്രെയിനറാണ്. അയാള് വർഷങ്ങളായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അയാള് പറയാ ഞാൻ ഒരു പെൺ ലേഡിയാണ്. അവര് പറയാണ് ഞാന് ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ട്. കാരണം അവര് വീട്ടില് പ്രശ്നങ്ങൾ, കാരണം എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്? അവര് അവരത്രയും പവറായിട്ടുള്ള ഒരാളായിട്ടില്ല. അപ്പൊ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തീർക്കുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം ഇവരിലേക്ക് ആവാഹിക്കുകയാണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് 100 കണക്കിന് പേർക്ക് ഒരൊറ്റയടിക്ക് പരിഹാരം പറഞ്ഞു തരുന്നുണ്ട്. ഒറ്റയടിക്ക് എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം ഐ നോ ദ വേ. ആ വേ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പഠിക്കണത്. നിങ്ങൾക്ക് തന്നെ തോന്നണം. നിങ്ങൾക്ക് തന്നെ തോന്നണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറ്റും? ആത്മാവില്ലാത്ത ഒരു കോമ്പസ് പോലെയാവും. ആത്മാവില്ലാത്ത കോമ്പസ്. അത് നിങ്ങളോട് പറയും. നിങ്ങൾക്ക് ഭയങ്കര പവറാണ്, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ ഒരു പവറും ഉണ്ടാവില്ല. അത് നിങ്ങളോട് പറയും. കള്ളം പറയരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് പറയും. പക്ഷെ കാര്യമൊന്നും ഉണ്ടാവില്ല. അത് എങ്ങനെ സൗമ്യമായി സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറഞ്ഞു തരൂല. മനസ്സിനെ നിങ്ങൾ യജമാനാക്കി കഴിഞ്ഞില്ല. എല്ലാവരോടും ക്ഷമിക്കൂ, ഫോർഗീവ്നെസ് 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 എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ കയ്പ് കൂടാതെ, ഹൃദയത്തിൽ കയ്പ് കൂടാതെ നിങ്ങളുടെ പകയെ ഉപേക്ഷിക്കാൻ ആ വഴി നിങ്ങൾക്ക് ഒരിക്കലും കഴിയൂല. ഈ വഴി മാത്രമേ നടക്കൂ. പൂർണ്ണമായ സറണ്ടർ, സമർപ്പണം. അത് പറയുമ്പോൾ മാത്രമേ നമ്മുടെ പക, കാരണം നമ്മൾ സമർപ്പിക്കുന്നത് ആരോടാണ്? ലോകത്തെ ഏറ്റവും വലിയ ക്ഷമാശീലനായ, ലോകത്തല്ല പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ക്ഷമാശീലനോടാണ്. അതിനു വേണ്ടിയിട്ടാണ്, ആ സമർപ്പണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷമിക്കുന്നത്, പക വിടുന്നത് എന്ന് പറയുമ്പോ ഒരു വിഷമവും ഇല്ലാതെ ആ പക അങ്ങ് ഇറങ്ങിപ്പോകും. അല്ലാതെ നിങ്ങൾ ഫോർഗീവ്നെസ് ചെയ്തോ, ഫോർഗീവ്നെസ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമത്തോടെ, എന്നാലും അവൻ എന്നെ ദ്രോഹിച്ചല്ലോ, ചേടാ അവൻ എന്നെ അത് ചെയ്തല്ലോ, അവൻ എന്നാലും അത് പറഞ്ഞല്ലോ, ഞാൻ വിട്ടുട്ടോ, ഞാൻ വിട്ടു, എന്നാലും ഉള്ളില് പറയും ശോ അവൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ അവള്. ഉം അമ്മായിയമ്മേന്റെ ഞാൻ ക്ഷമിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും എനിക്കിട്ടാ പണി. അതുകൊണ്ട് ഇതൊന്നും ശരിയാവാത്ത, ഈ പറയുന്ന ഹീലിങ്ങും തെറാപ്പിയും ഒന്നും ശരിയാവാത്തത്. നിങ്ങൾക്കൊന്നും വർക്കൗട്ട് ആകുന്നില്ല. ശാശ്വതമായ ചെറിയൊരു ആശ്വാസം കിട്ടും. അതെല്ലാവർക്കും കിട്ടും. അത് നിങ്ങൾ പറഞ്ഞ സാധനങ്ങൾ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് സ്വിച്ച് ഇട്ടാൽ കത്തുന്നത് പോലെ നമ്മുടെ ലൈറ്റ് കത്തും. അതാണ് സയൻസ്. അതാണ് മനുഷ്യൻ. അത്ര പവർഫുൾ ആണ് മനുഷ്യൻ. ആ പവർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് നടക്കൂല. ആ ധർമ്മം ദിവ്യമായ ഹൃദയത്തിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ധർമ്മം എന്ന് പറയുന്നത് കേവലം ശരിയായ കാര്യം ചെയ്യുന്നതിലൂടെയല്ല, അതിന് പിന്നിലെ ശരിയായ അസ്തിത്വത്തെ കുറിച്ച് അറിയുന്നതിലൂടെയാണ്. ശരിയായ അസ്തിത്വം. ഭഗവത്ഗീതയില് പറയുന്നുണ്ട്, നന്നായി അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന, ഭയങ്കര അനുഷ്ഠാനങ്ങൾ അത് ഇതൊക്കെ ചെയ്യുന്ന, നമ്മളെല്ലാരും ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ, അനുഷ്ഠാനങ്ങൾ. രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, കുറി തൊടുന്നു, അമ്പലത്തിൽ പോകുന്നു, വിളക്ക് കത്തിക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, ചിലര് നിസ്കരിക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, ചിലര് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഇങ്ങനെ വലിയ വലിയ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ഒരാളുടെ ധർമ്മത്തെക്കാൾ അപൂർണമാണെങ്കിൽ പോലും നിങ്ങളുടെ സ്വന്തം ധർമ്മം, നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഹൃദയത്തിന്റെ ധർമ്മമാണ് ഏറ്റവും നല്ലത് എന്ന് ഭഗവത്ഗീതയിൽ 18-ാം അധ്യായം 47-ാം വാക്യം. നിങ്ങൾ ആ ഹൃദയം അറിഞ്ഞുകൊണ്ടുള്ള നിങ്ങളുടെ ധർമ്മം ഉണ്ടല്ലോ, നിങ്ങളുടെ സ്വന്തം ധർമ്മം, നിങ്ങളുടെ ആ അറിഞ്ഞുകൊണ്ടുള്ള നിങ്ങളുടെ ഇത്. അപ്പൊ കുറെ കർമ്മങ്ങൾ
ചെയ്തുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തിലേട്ടോ നിങ്ങളുടെ നോമ്പിലേട്ടോ നിങ്ങളുടെ മജ്ജയില് മാംസത്തിലേട്ടോ ഒന്നുമല്ല ഞാൻ നോക്കുന്നത്, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേട്ടാണ് നോക്കുന്നത് എന്ന് ഖുർആനിലും നിങ്ങളെ ഹൃദയത്തിലേട്ടാണ് നോക്കുന്നത്. ഉം. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിലേട്ടല്ല എന്ന് ഇസ്ലാമിലും പറയുന്നുണ്ട്. യേശു പറയുന്നുണ്ട് മനുഷ്യനെ സമൂഹത്തിന് വേണ്ടിയല്ല, സമൂഹത്തെ മനുഷ്യന് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്. മനുഷ്യൻ ശബ്ബത്തിന് വേണ്ടിയല്ല, ശബ്ബത്തിനെ മനുഷ്യന് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ ദൈവീകമായ നിയമങ്ങൾ അല്ലെങ്കിൽ ദൈവീകമായ രീതികൾ, ഡിവൈൻ എന്ന് പറയുന്നത് ഒരു ദൈവീകമായ സ്നേഹത്തിന്റെ ദാസനാണ്. പക്ഷെ നമുക്ക് ചുറ്റും ഈ മതങ്ങളെല്ലാം ഒരു വരണ്ട യുക്തിയായിട്ട് മാറിയിരിക്കുകയാണ്, ഒരു കാര്യമില്ലാതെ. മതങ്ങളെല്ലാം പ്രകാശമില്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ. പ്രകാശമില്ല. എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ട്, കൃത്യമായി ഇത് ചെയ്യുന്നുണ്ട്, പർദ്ദ ധരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, അമ്പലങ്ങളിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കൃത്യമായ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഹൃദയം മറന്നു പോവുകയാണ്. അവനവനെ തന്നെ കാണുന്നില്ല, ഈശ്വരനെ കാണുന്നില്ല, ദൈവത്തെ കാണുന്നില്ല, ആ പരാശക്തിയെ കാണുന്നില്ല, ബ്രഹ്മത്തെ കാണുന്നില്ല, അള്ളാഹുവിനെ കാണുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല? നിങ്ങൾക്ക് കാണാനുള്ള കഴിവ് തന്നിട്ടുണ്ട്, നിങ്ങൾ കാണുന്നില്ല. ശരിക്കും കാണാനുള്ള കഴിവ് തന്നിട്ടുണ്ട്, നിങ്ങൾ കാണുന്നില്ല ശരിക്കും. യു വിൽ ഫീൽ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇവിടുന്ന് തന്നെ ഫീൽ ചെയ്യും. യു ക്യാൻ ഫീൽ. നിങ്ങൾക്ക് കഴിയും. യു ക്യാൻ ഫീൽ. അതുകൊണ്ട് എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിക്കുക, എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിക്കുക. മനസ്സിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതുക, ഈശ്വര, ദൈവമേ, കർത്താവേ, അള്ളാഹുവേ, നിങ്ങൾ എന്നാണോ വിളിക്കണത് ആ ഈശ്വരനെ, സൃഷ്ടാവിനെ, അത് വിളിച്ചിട്ട് പറയുക, നിന്നെ എനിക്കറിയില്ല, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഒന്നറിയാം, എനിക്ക് നിന്നെ കുറിച്ച് അറിയാമെന്ന് എനിക്കറിയാം. എന്നെ എങ്ങനെയാണ് എന്ന് എന്നെ ഒന്ന് കാണിച്ചു തരണേ. എങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് എനിക്കൊന്ന് കാണിച്ചു തരണേ. യു വിൽ ഫീൽ. ഇവിടെ നിങ്ങൾ ഫീൽ ചെയ്യും. വാതിലുകൾ ഇത്ര വിശാലമായി തുറന്നിട്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ജയിലുകളിൽ കഴിയുന്നത്, ജയിലറകളിൽ കഴിയുന്നത്? നിങ്ങൾ ജയിലറയ്ക്കുള്ളിലാണ് പലരും. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നു അതാണ് സത്യം, എന്നിട്ട് ചുറ്റും നോക്കുകയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല, ചുറ്റും ഭിത്തികളാണ്. നിങ്ങൾ എന്ന് ലോജിക്കിൽ നിന്ന്, നിങ്ങളുടെ മിടുക്കിൽ നിന്ന്, യുക്തിയിൽ നിന്ന് സ്നേഹത്തിലേക്ക് എന്ന് നിങ്ങൾ തിരിച്ചു വരുന്നുവോ, അന്ന് നിങ്ങൾക്ക് പലതിനെയും ഉൾക്കൊള്ളാൻ കഴിയും. യുക്തി നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്, ലോജിക്ക്, സംശയം, മിടുക്ക്, ഞാൻ പലതും അറിഞ്ഞവനാണ്, ഞാൻ പലതും കേട്ടവനാണ്, അതെല്ലാം നിങ്ങളുടെ മുന്നിൽ, അതെല്ലാം അഴിച്ചിട്ടേരാ, എല്ലാം എല്ലാം അഴിച്ചുകളാം. ആ ധാരണകൾ ഉണ്ടല്ലോ, നിങ്ങൾ ഇട്ടിരിക്കുന്ന ധാരണകൾ, ധരിച്ചിരിക്കുന്നത്, അതെല്ലാം എടുത്ത് പുറത്തു കളയും. യു ക്യാൻ ഫീൽ. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ഇത്തരം ഒരു യുഗത്തിലേട്ടാണ് നാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു കാലഘട്ടത്തിലേട്ടാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരനും ഡിവൈൻ ഫീലിംഗ് കിട്ടുന്ന, ഇത് മതങ്ങളെല്ലാം പറഞ്ഞേക്കണെയാണ്. അതിന്റെ തെളിവുകളൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇതാണ് യുക്തി. സ്നേഹത്താലാണ് നയിക്കപ്പെടുന്നത്.
സത്യം ആർദ്രതയിൽ ആർദ്രതയിൽ മാത്രമാണ് സത്യം മയപ്പെടുന്നത്. ശിക്ഷണം എന്ന് പറയുന്നത്, ശിക്ഷ എന്ന് പറയുന്നത് കരുണയാൽ, കരുണയോട് കൂടി ഞാൻ നിങ്ങളെ ഒരു ശാസിച്ചാൽ നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. ഞാൻ ചിലരോട് പറയാറില്ല, കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ മിണ്ടണ്ട. അവർക്ക് ഒരു വിഷമമൊക്കെ തോന്നും ചിലപ്പോൾ ഉള്ളില്. പക്ഷെ അവർ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചറിയും. കാരണം അത് കരുണയാൽ പറയുന്നതാണ്. കരുണ. അവരുടെ പ്രശ്നം അതാണ്. അവരുടെ ട്രീറ്റ്മെന്റ് ആണ്. അവർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ, അവരുടെ മനസ്സിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെടുത്ത് കളയാൻ വേണ്ടിയാണ്. ചിലരോട് പറയും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ താന്നു കൊടുത്തേരെ, സറണ്ടർ ചെയ്തേരെ, എല്ലാം നിരുപാധികം മാപ്പ് പറഞ്ഞേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കുള്ള ട്രീറ്റ്മെന്റ് ആണ്. അത് അവരവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ചിലരോട് പറയും 41 ദിവസം ഇരുന്നെന്ന് പറയാം, ക്ഷമ ഉണ്ടാവൂല. അവർ വീണ്ടും 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 ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പറയും, നിങ്ങൾ അത് ഇരിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. ആ വിശ്വാസം വരാൻ വേണ്ടിയാണ്. അത് വന്നം എന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണണം. പലർക്കും ഉണ്ടായ അനുഭവങ്ങൾ കണ്ടിട്ട് ഉള്ളിൽ വിശ്വാസം തോന്നണം. അപ്പൊ നിങ്ങൾക്കും ഇത് ഫീൽ ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ മാത്രമേ ഇത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഫീൽ ചെയ്യാൻ പറ്റൂല. ഹൃദയം കഴുകണം, ഹൃദയം കഴുകണം, ഹൃദയം സ്നാനപ്പെടണം. ഹൃദയം സ്നാനപ്പെട്ടിട്ടേ കാര്യമുള്ളൂ, ശരീരം സ്നാനപ്പെട്ടിട്ട് കാര്യമില്ല. ഹൃദയം, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ലോജിക്, നിങ്ങളുടെ മിടുക്ക് കാരുണ്യത്തിന് മുമ്പിൽ കുമ്പിടണം. കാരുണ്യത്തിന് മുമ്പിൽ കുമ്പിടണം, സമർപ്പിക്കണം. ആ 2025 ജൂൺ 25 ലോജിക്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ പണി നടക്കൂല, പണി നടക്കൂല. ലോജിക്ക് കളയണം. ആ ഇതിലും വലിയ ലോജിക്കുകൾ പരീക്ഷിച്ചിട്ട് നടന്നിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിലും വലിയ ലോജിക്കുകൾ, ഒരു പക്ഷേ ഞാനൊക്കെ പരിധിയില്ലാത്ത ലോജിക്കിന്റെ ആളായിരുന്നു. എന്തിനേയും തർക്കിച്ച് തോൽപ്പിക്കുന്ന, എന്തിനേയും പുറകെ അത് അങ്ങനെയാണ് ഇങ്ങനെ 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 പോയി നമുക്ക് ഈ ഒരു ഇത് മനസ്സിലായത്. ലോജിക്, നമ്മൾ അങ്ങനെ തർക്കിച്ച് നിങ്ങളുടെ സാമാന്യ ബോധം ദിവ്യജ്ഞാനവുമായി കൂട്ടിക്കുഴയ്ക്കരുത്. അത് ആശയക്കുഴപ്പമുണ്ടാക്കും, ആശയക്കുഴപ്പമുണ്ടാക്കും. മതങ്ങൾ എന്താണ്, നിങ്ങളുടെ മതങ്ങൾ എന്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്? സത്യസന്ധമായി നിങ്ങൾ മനസ്സിലാക്കണം. സത്യസന്ധമായി അത് നിങ്ങളെ പൂർണ്ണമായും സ്നേഹത്തിലേക്ക് നയിക്കുന്നത് വരെ. ആ എല്ലാരും പറഞ്ഞത് കാരുണ്യം കരുണാണ്. എന്നിട്ട് എവിടെയാണ് കാരുണ്യം കരുണയും? ഫേസ്ബുക്കിൽ അടിയുണ്ടാക്കണത്, റീൽസ് ഇട്ട് അടിയുണ്ടാക്കണത്, യൂട്യൂബിൽ പരസ്പരം ചീത്ത വിളിച്ച് ഇതാണോ എല്ലാത്തിന്റെയും എല്ലാവരുടെയും കാരുണ്യവും ക്ഷമയും ഒക്കെ? ഇതാ എല്ലാരും പറഞ്ഞത്. എല്ലാ ധർമ്മങ്ങളും എല്ലാ മതങ്ങളും പഠിപ്പിച്ചത് എന്താണ്? നിങ്ങൾ അത് പിന്തുടരരുത്. മതം പിന്തുടരുതെന്നല്ല, സ്നേഹത്തിലേക്ക് പൂർണ്ണമായും നിങ്ങളെ നയിക്കുന്നത് വരെ. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും കരുണയായി ഒഴുകണം, കരുണയാൽ ജ്വലിക്കണം. കഷ്ടപ്പെടുന്നവരോടും സങ്കടപ്പെടുന്നവരോടും വിഷമപ്പെടുന്നവരോടും ഒപ്പം നിങ്ങൾക്ക് നടക്കാൻ കഴിയണം, ഒപ്പം നടക്കാൻ കഴിയണം. തകർന്നവരുടെ അരികിൽ നിങ്ങളുടെ ഹൃദയം ഫ്രീ ആക്കി, കംപ്ലീറ്റ് ശൂന്യമായി, അവരെ കംപ്ലീറ്റ് ശൂന്യമാക്കി, യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ നിങ്ങൾക്ക് അവരെ അനുഗ്രഹിക്കാൻ കഴിയും. നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരാൾ വിഷമിക്കാണ്ട് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് നിങ്ങൾ പറയണം, എല്ലാം ഞാൻ സറണ്ടർ ചെയ്തുകൊണ്ട് എന്നിലൂടെ അവനിലേക്ക് കാരുണ്യം ഒഴുകട്ടെ. എന്നിലൂടെ നിങ്ങളുടെ എല്ലാ പാപങ്ങളും എനിക്ക് തന്നേരെ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങളുടെ എല്ലാ പാപങ്ങളും എനിക്ക് തന്നേരെ. നിങ്ങൾ ചെയ്ത മുഴുവൻ തെറ്റും ഞാൻ ഏറ്റെടുക്കും. എത്ര വലുതായിക്കോട്ടെ. അതിലേ വരുന്ന ശൂന്യതയിലൂടെ, അതിലേ വരുന്ന സമർപ്പണത്തിലൂടെ നിങ്ങളിലേക്ക് കാരുണ്യം ഒഴുകട്ടെ. അതെല്ലാം നിങ്ങൾ ഇങ്ങ് തന്നെ. ഇതേ വഴിയുള്ളൂ, ഇതേ വഴിയുള്ളൂ. നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം മാറാൻ
ധർമ്മം എന്ന് പറയുന്നത് കല്ലല്ല, കല്ലല്ല, കരിങ്കല്ലല്ല. അത് ഒരു ഹൃദയമിടിപ്പാണ്, ഹൃദയമിടിപ്പ്, ഒരു ജീവനുള്ളതാണ്. ദൈവീകതയുടെ ശബ്ദമാണ്, ദൈവീകതയുടെ ശബ്ദം. എല്ലാ നിയമങ്ങൾക്കും, എല്ലാ ഗ്രന്ഥങ്ങൾക്കും, എല്ലാ തത്വജ്ഞാനങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് ഒരു സത്യമുണ്ട്. അത് സ്നേഹത്തിന്റെ നിയമമാണ്, സ്നേഹത്തിന്റെ നിയമം. പുരാതന കാലം മുതൽ ഒരു വിഭാഗം പിന്തുടർന്നു വരുന്ന ഒരു ധർമ്മം, പുരാതന കാലം മുതൽ. അതൊരു സിസ്റ്റം ഉണ്ട് ഇവിടെ, ഒരു സിൻഡിക്കേറ്റ് ഉണ്ട്. അവരെപ്പോഴും ഒന്നും പുറത്തു വരൂല. പുറത്തു വന്നാൽ അത് സ്വീകരിച്ചോളുക, രക്ഷപ്പെടാം. ഇപ്പോഴൊന്നും കിട്ടൂല നിങ്ങളുടെ മുമ്പിൽ, ആരെയും കിട്ടൂല. ഞാനൊക്കെ അലഞ്ഞിട്ടുണ്ട് വർഷങ്ങളോളം, വർഷങ്ങളോളം. കിട്ടൂല. കണ്ണിന് മുമ്പിൽ അവര് തീരുമാനിക്കാൻ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വരില്ല. നമ്മൾ വിചാരിക്കും ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്താം. കിട്ടൂല, ഒരിക്കലും കിട്ടില്ല. അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റൂല, മുമ്പിൽ വന്ന് കിട്ടണം. വർഷങ്ങളോളം അലഞ്ഞിട്ടുണ്ട് ഞാൻ, വർഷങ്ങളോളം. ഒന്നും രണ്ടും വർഷമല്ല, വർഷങ്ങളോളം. ഇനി അലഞ്ഞിട്ടോ കിട്ടാറായി. ഇപ്പൊ 7 വർഷക്കാലം അതിന് അത്രയും അത്രയും സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അത്രയും കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്, അത്രയും സറണ്ടർ ചെയ്യേണ്ടി വന്നു, എല്ലാം ഉപേക്ഷിച്ച് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. പക്ഷെ ഇതിപ്പോ ഈസി ആയിട്ട് സൂമിലൂടെ നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ ശക്തിപ്പെടുത്താം, നിങ്ങളുടെ സോളിനെ എങ്ങനെ ശക്തിപ്പെടുത്താം. ജസ്റ്റ് റിസീവ് ഇറ്റ്. നിങ്ങൾ സ്വീകരിക്കുക, രക്ഷപ്പെടുക, രക്ഷപ്പെടുക. ഇത് സ്നേഹത്തിന്റെ നിയമമാണ്. ഇത്രയും കാലം ഈ ലോകം വേറൊരു പിടിയിലായിരുന്നു. മനുഷ്യൻ അതുകൊണ്ടാണ് ലോകം മുഴുവൻ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും യുദ്ധങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടായത്. ഇത് മാറാൻ പോവുകയാണ്. ആരാണോ ഈ ഒരു പാതയുടെ നായകൻ, ആ നായകൻ ഒരു ദിവസം വരും. അതിനു മുമ്പുള്ള മാറ്റമാണ് നമ്മുടെ മാറ്റം. നമുക്കെല്ലാവർക്കും ഇതിന് ഞാൻ പറഞ്ഞില്ല, ഇതിന് ജാതിയോ മതമോ വർഗോ വർണ്ണോ ഒന്നും പ്രശ്നമല്ല. നിങ്ങളെ തിരിച്ചറിഞ്ഞാൽ മതി. നിങ്ങളെ, വേറെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. നിങ്ങളെ അറിയുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളെ അറിയുക മാത്രമാണ് ചെയ്യുന്നത്. ഒരിക്കൽ ഒരു ഗ്രാമത്തില് ഒരു സന്യാസി ജീവിച്ചിരുന്നു. ഒരു സന്യാസി എല്ലാ ധർമ്മങ്ങളും കർശനമായി പാലിക്കുന്നതിൽ അദ്ദേഹം ഭയങ്കര പ്രശസ്തനായിരുന്നു. കൃത്യമായിട്ട് അദ്ദേഹം എല്ലാ ആഴ്ചകളിലും കൃത്യ ദിവസങ്ങളിൽ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച പോലെയുള്ള കുറെ ദിവസങ്ങളിൽ അദ്ദേഹം കൃത്യമായിട്ട് ഉപവസിച്ചിരുന്നു. ജലപാനം പോലും ഒഴിവാക്കിയിരുന്നു. എല്ലാ ആചാരങ്ങളും മന്ത്രങ്ങളും എല്ലാം കൃത്യമായിട്ട് ഉരുക്കഴിച്ചിരുന്നു. ദേവാലയങ്ങളിൽ വേദങ്ങൾ കൃത്യമായ ഇടവേളയില്ലാതെ വേദങ്ങൾ പാരായണം ചെയ്തിരുന്നു, കൃത്യസമയത്ത്, കൃത്യമായി. അത്ര പവറായിട്ടുള്ള ഒരു സന്യാസി. ഒരു വൈകുന്നേരം ഈ സന്യാസി തന്റെ അംഗശുദ്ധി വരുത്താൻ വേണ്ടി അടുത്തുള്ള പുഴയിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ ആ പുഴയിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ആ നദീതീരത്ത് ഇരുന്ന ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കേട്ടു. ഒരു വൃദ്ധയായ ഒരു സ്ത്രീ, വസ്ത്രങ്ങൾ കീറിയിട്ടുണ്ട്, മുഖം ദുഃഖത്താൽ നിറഞ്ഞ് വിഷമത്തോടുകൂടി കരയുകയാണ്. നോക്കിയപ്പോൾ വെള്ളമെടുക്കാൻ കൊണ്ടുവന്ന കളിമൺ പാത്രം തകർന്ന് കിടക്കുകയാണ്. ഈ വെള്ളം കൊണ്ടുപോയിട്ട് വേണം രാത്രിയുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് കരയുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഈ സന്യാസി പുള്ളിയുടെ പ്രാർത്ഥനയ്ക്ക് സമയമായി, അംഗശുദ്ധി വരുത്താൻ വേണ്ടി വരുന്നത്. സന്യാസി ആ വൃദ്ധയായ സ്ത്രീയെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയമായി, ഇല്ലെങ്കിൽ ഞാൻ സഹായിച്ചേനെ എന്ന് പറഞ്ഞിട്ട് വേഗം പോയി അംഗശുദ്ധി, എന്റെ ജപം
എന്റെ ജപങ്ങളും ഇതെല്ലാം വൈകും എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ സഹായിച്ചോളും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം തന്റെ ിലേക്ക് പോയി. ആ സ്ത്രീയെ സ്പർശിക്കുന്നത് പോലും തന്റെ ആചാരത്തിന് വിരുദ്ധമാവുമോ, ഒന്ന് സമാധാനിപ്പിക്കാൻ, അതുപോലും തന്റെ ആചാരത്തിന് വിരുദ്ധമാവുമോ, തന്നെ അശുദ്ധനാക്കുമോ എന്ന് അദ്ദേഹം സംശയിച്ചു. ആ നദീതീരത്തേട്ട് നടന്ന് അസ്തമയ സൂര്യനെ നോക്കി വലിയ ജപം പ്രാർത്ഥനയൊക്കെ നടത്തി അദ്ദേഹം അംഗശുദ്ധി വരുത്തി തിരിച്ചു നടന്നു പോയി തന്റെ വേദം പാരായണം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആ രാത്രിയിൽ ഈ സന്യാസിക്ക് തന്റെ മനസ്സ് ആകെ കലുഷിതമായതായിട്ടും ഒന്നിനും ഒരു ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല, ധ്യാനത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല, ഒന്നിനും ഒരു ശ്രദ്ധയില്ല. പല ചിന്തകൾ ഇങ്ങനെ മനസ്സിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. നിശബ്ദമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഹൃദയത്തിൽ എന്തോ ഒരു വേദന പോലെ. പിറ്റേന്ന് രാവിലെ കൂടുതൽ അയാൾ അസ്വസ്ഥനായി. അവസാനം അദ്ദേഹം, ആ സന്യാസി, തന്റെ ഗുരുവിന്റെ അടുത്ത് ചെന്നു. ഞാൻ എല്ലാ ധർമ്മങ്ങളും കൃത്യമായി പാലിക്കുന്നുണ്ട്, ഞാൻ ഒന്നും ലംഘിച്ചിട്ടില്ല, എല്ലാം കൃത്യസമയത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമം, എന്തോ തെറ്റായിട്ട് തോന്നുന്നു, എന്തോ ഒന്ന് കലുഷിതമായിട്ട് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഉടനെ ആ ഗുരുനാഥൻ പറഞ്ഞു, നീ ധർമ്മത്തിന്റെ പുറന്തോടിനെ പിന്തുടർന്നു, നീ നിയമങ്ങളെ പിന്തുടർന്നു, നീ കൃത്യമായി നമസ്കരിക്കുന്നുണ്ട്, നീ കൃത്യമായി നോമ്പ് നോക്കുന്നുണ്ട്, നീ കൃത്യമായി അമ്പലങ്ങളിൽ പോകുന്നുണ്ട്, നീ കൃത്യമായി പൂജകൾ നടത്തുന്നുണ്ട്, നീ കൃത്യമായി കുർബാനകൾ കൈക്കൊള്ളുന്നുണ്ട്, എല്ലാം ഉണ്ട് അതിന്റെ പുറന്തോടിനെ. പക്ഷേ അതിന്റെ ആത്മാവിനെ, എന്താണ് നിന്റെ മതത്തിന്റെയും നിന്റെ ലക്ഷ്യത്തിന്റെയും നിന്റെ ധർമ്മത്തിന്റെയും ആത്മാവിനെ നീ മറന്നു. നീ എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടുണ്ട്, പക്ഷെ നീ സ്നേഹം ഉപേക്ഷിച്ചു. നീ നദിയിൽ പോയി സൂര്യനെ പ്രാർത്ഥിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷേ ദാഹിക്കുന്ന ഒരു ഹൃദയത്തെ നീ അവഗണിച്ചു. യഥാർത്ഥ ധർമ്മം കണ്ണുനീരിനെയും സങ്കടങ്ങളെയും വിഷമങ്ങളെയും ഭയപ്പെടൂല. അതിനരികിൽ മുട്ടുകുത്തും, അവരോട് കരുണ കാണിക്കും. അതൊരു കണക്കും കൂട്ടൂല. പൈസ എത്ര വരുന്നു എന്നൊന്നും കണക്ക് കൂട്ടൂല. പൈസ വരുന്നുണ്ടോ, പോകുന്നുണ്ടോ, പൈസ എനിക്ക് എത്ര കിട്ടും, ആ കണക്കൊന്നുമില്ല. അവരോട് കരുണ കാണിക്കുന്നു. ആ സന്യാസി തിരിച്ചുപോയിട്ട് ആ സ്ത്രീയെ കണ്ടെത്താൻ വേണ്ടി ഒരു പുതിയ കളിമൺ കലം വാങ്ങി തന്റെ ആശ്രമത്തിലെ ഇതിൽ നിന്നും പൈസ എടുത്ത് ഒരു കുറച്ച് അരിയും വാങ്ങി ചുമന്നു കൊണ്ടുപോയി. ആ സന്യാസി ഒന്നും മിണ്ടിയില്ല. ആ വൃദ്ധയുടെ അരികിലിരുന്ന് പുഞ്ചിരിച്ചു. ഒരു കുടം വെള്ളവും അരിയും ഒക്കെ ആയിട്ട് പോയി. ജീവിതത്തിൽ ആദ്യമായിട്ട് ആ സന്യാസിക്ക് തോന്നി, ഇത്രയും നാളും ഞാൻ പൂജയും കർമ്മങ്ങളും എല്ലാം ചെയ്തിട്ടും ഇപ്പോഴാണ് എനിക്ക് എന്റെ പ്രാർത്ഥന സജീവമായത്, ഇപ്പോഴാണ് എനിക്ക് ആശ്വാസം തോന്നുന്നത്, ഇപ്പോഴാണ് എന്റെ മനസ്സ് എന്റെ ദാസനായി മാറുന്നത് ഇപ്പോഴാണ്. ഇത്രയും നാള് എന്റെ മനസ്സ് എന്റെ യജമാനായിരുന്നു. എന്റെ ഉള്ളിൽ കലുഷിതമായിരുന്നു, സങ്കടങ്ങളായിരുന്നു, വിഷമങ്ങളായിരുന്നു. യഥാർത്ഥ ധർമ്മം നിങ്ങളുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നുമല്ല. അത് പരമാത്മാവുമായുള്ള, ഈശ്വരനുമായുള്ള, സൃഷ്ടാവുമായുള്ള, ദൈവവുമായുള്ള, അള്ളാഹുവുമായുള്ള, നിങ്ങൾ എന്ത് പേരിലാണോ അതിനെ വിളിക്കുന്നത്, അതുമായുള്ള ബന്ധം. അത് ജപത്തിലോ മന്ത്രങ്ങൾ ഉരുക്കഴിക്കുന്നതിലോ നിങ്ങൾ ഒരു കോടി വട്ടം മന്ത്രം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മറിച്ച് കരുണയുള്ള ഒരൊറ്റ പ്രവൃത്തി മതി. കരുണയോടെ ഈ സ്നേഹം ഒന്ന് പകർന്നു കൊടുത്താൽ മതി. സ്നേഹമില്ലാതെ നിങ്ങൾ പറയുന്ന ആയിരം ജപങ്ങളെക്കാൾ, 1000 മന്ത്രങ്ങളെക്കാൾ, 1000 ദിക്റുകളെക്കാൾ ആ കരുണയോടെ ചെയ്യുന്ന ഒരൊറ്റ പ്രവൃത്തി മതി നിങ്ങളുടെ ജീവിതം മാറ്റാൻ. ഓക്കെ.
പ്രവൃത്തി, ഒരേ ഒരു പ്രവൃത്തി മതി. അത് മതി നിങ്ങളുടെ ജീവിതം മാറി. ഓക്കെ, ഇപ്പൊ എല്ലാരും ഒന്ന് റെഡി എന്ന് പറഞ്ഞാൽ ഒന്നിനും തയ്യാറെടുക്കരുത്. നമ്മൾ ജസ്റ്റ് കുറച്ചു നേരം നിശബ്ദമായിട്ട് ഇരിക്കാൻ പോവാണ്. ഓക്കെ, കണ്ണടക്കല്ലേ, കണ്ണടക്കല്ലേ. ആദ്യമായി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഒരു സോൾ അവേക്കനിങ് പ്രോഗ്രാമാണ്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തി നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന നിങ്ങളുടെ മനസ്സിനെ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുള്ള മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ആക്കിക്കൊണ്ട്, നിങ്ങളുടെ കീഴിലായിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, പേടി, ഭയം, ബുദ്ധിമുട്ട്, ഇത് സ്ട്രെസ്, ടെൻഷൻ, ഇതെല്ലാം മാറ്റാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഒന്നിനും വേണ്ടി ശ്രമിക്കാതിരിക്കുക. എന്തെങ്കിലും നിങ്ങൾ കേട്ടറിഞ്ഞ ധ്യാനങ്ങളോ യോഗകളോ മെഡിറ്റേഷനോ ഒന്നും അല്ല ഇത്. ആദ്യം അത് മനസ്സിലാക്കുക. അതെല്ലാം മനസ്സിൽ നിന്ന് എടുത്ത് കളയുക. നിങ്ങളുടെ മിടുക്ക്, നിങ്ങൾ അറിഞ്ഞിട്ടുള്ള അറിവ്, നിങ്ങളുടെ ഈഗോ, നിങ്ങളുടെ അഹങ്കാരം, അഹം എന്ന ഭാവം, ഞാൻ എന്ന ഭാവം, ഞാൻ എന്തൊക്കെയോ അറിഞ്ഞതാണ്, ഞാൻ എന്തൊക്കെയോ നേടിയതാണെന്നുള്ളതെല്ലാം എടുത്ത് പുറത്തു വെക്കുക. എന്നിട്ട് ഏതാനും നിമിഷങ്ങൾ, വിരലെണ്ണാവുന്ന ഏതാനും നിമിഷങ്ങൾ വെറുതെ കണ്ണടച്ചിരുന്നാൽ മാത്രം മതി. ആ പ്രോസസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിൽ നടന്നു. അതിനുള്ള ഒരു ചാനലായി ഞാനിവിടെ പ്രവർത്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഈ പവർ ഹൗസിൽ നിന്നും ഒരു ജനറേറ്റർ വെച്ച് കറണ്ട് എടുത്ത് ലൈറ്റ് ഇടുന്നത് പോലെ മാത്രം കരുതിയാൽ മതി. ഒന്നിനും വേണ്ടി ശ്രമിക്കാതിരിക്കുക. എല്ലാ ധാരണകളും, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ധരിച്ചിട്ടുള്ള ആ മുഖം മൂടികൾ, ധാരണകൾ, ആ വസ്ത്രങ്ങൾ, നിങ്ങളുടെ മനസ്സിന്റെ മുന്നിൽ ധരിച്ചിട്ടുള്ള ധാരണകൾ, ശരിയായ ധാരണയായിക്കോട്ടെ തെറ്റായ ധാരണയായിക്കോട്ടെ, എല്ലാം കുറച്ചു നേരത്തേട്ട് നിങ്ങളൊന്ന് എടുത്ത് മാറ്റി വയ്ക്കുക. ഒരു ബ്ലാങ്ക് പേപ്പറായിട്ട് മാറുക. യെസ്, ഒരു ബ്ലാങ്ക് പേപ്പറായിട്ട് മാറുക. കംപ്ലീറ്റ്ലി ഒരു പ്ലെയിൻ വൈറ്റ് പേപ്പർ ആയിട്ട് മാറുക. ദാറ്റ്സ് ഓൾ. യു ക്യാൻ ഫീൽ ആൻഡ് യു ക്യാൻ സീ ദ മിറാക്കിൾസ് ഇൻ യുവർ ലൈഫ്. അതിനകത്ത് യാതൊരു സംശയവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ മാത്രം മതി. അതിന്റെ ഇടയിൽ ചിന്തകൾ വന്നോട്ടെ പോയിക്കോട്ടെ, അതിനൊന്നും ഒരു തടസ്സമില്ല. എന്ത് ചിന്തയും വന്നോട്ടെ, ആ ചിന്തകൾ വെറുതെ ഒന്ന് നോക്കിയിരിക്കുക. അതിന്റെ പുറകെ പോകണ്ട. അതിങ്ങനെ മേഘത്തിലെ, ആകാശത്തിൽ മേഘങ്ങൾ വരുന്ന പോലെ വരും, പതിയെ മാറി, പതിയെ മാറി. അതിനെ ഓടിക്കാനോ അതിനെ എതിർക്കാനോ അതിനെ ഒച്ചെടുത്ത് ഓടിക്കാനോ അതിനെ ശബ്ദം എടുത്ത് ഓടിക്കാനോ ഒന്നും നിൽക്കണ്ട. ഒന്നും, വെറുതെ കണ്ണടച്ച് മുമ്പിലേക്ക് ഫോക്കസ് ചെയ്തിരുന്നാൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യണ്ട. എല്ലാം ചെയ്യേണ്ടവർ ചെയ്തു.